വയനാട് ദുരന്തബാധിതരുടെ കടബാധ്യത എഴുതിത്തള്ളുന്നതിൽ കൈകഴുകിയ കേന്ദ്ര സർക്കാരിനെ നിശിതമായി വിമർശിച്ച് ഹൈക്കോടതി. കേന്ദ്രത്തിന് നടപടി സ്വീകരിക്കാനാകും എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇല്ലെങ്കിൽ കേന്ദ്രം അശക്തരെന്ന് പറയേണ്ടി വരുമെന്നും വിമർശനം. തീരുമാനത്തിന് 3 ആഴ്ചത്തെ സമയം വേണമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ലീഗൽ കറസ്പോണ്ടന്റ് ഷപ്നയുണ്ട് വിശദാംശങ്ങളുമായി. ഷപ്ന, എന്താണെങ്കിലും ഹൈക്കോടതി കൃത്യമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്? സംഗീത, ഇന്ന് വലിയ വിമർശനം തന്നെയാണ് കേന്ദ്ര സർക്കാരിന് ഉണ്ടായത് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന്. ഭരണഘടനയുടെ 73-ാം അനുച്ഛേദം അനുസരിച്ച് എക്സിക്യൂട്ടീവ് അധികാരം പ്രയോഗിച്ച് ബാങ്കുകൾക്ക് ഇതിനുള്ള നിർദ്ദേശം നൽകാൻ, അതായത് ബാങ്ക് വായ്പ എഴുതിത്തള്ളാനുള്ള നിർദ്ദേശം നൽകാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കും എന്നാണ് കോടതി പറയുന്നത്. വായ്പകൾ എഴുതിത്തള്ളുന്നത് സംബന്ധിച്ച് വിശദീകരണം നൽകാൻ കേന്ദ്ര സർക്കാരിനോടും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയോടും ഏപ്രിൽ 10-ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. വായ്പകൾ എഴുതിത്തള്ളാൻ നിലവിൽ വ്യവസ്ഥയില്ല എന്നതായിരുന്നു വിശദീകരണം. ഇതിനെയാണ് കോടതി ഇന്ന് വലിയ തോതിൽ വിമർശിച്ചത്. ദുരന്ത നിവാരണ വകുപ്പിലെ നിയമത്തിലെ 13-ാം വകുപ്പ് പ്രകാരം നേരത്തെ വായ്പ എഴുതിത്തള്ളിയിരുന്നു. 2025-ലെ നിയമ ഭേദഗതിയിൽ ഈ വകുപ്പ് ഒഴിവാക്കി എന്നായിരുന്നു ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിശദീകരണം. വിവരം ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ട്. ഓരോ ദുരന്തത്തിനും വായ്പ എഴുതിത്തള്ളാൻ ബാങ്കുകൾ നിർബന്ധിക്കാനാവില്ല എന്നും കേന്ദ്രം നിലപാടെടുത്തിരുന്നു. എന്നാൽ രാജ്യത്ത് ഒരു നിയമമുണ്ട് എന്ന് കോടതി ഓർമ്മിപ്പിച്ചു. വായ്പ എഴുതിത്തള്ളാൻ കേന്ദ്ര സർക്കാരിന് നടപടി സ്വീകരിക്കാനാകും, ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അശക്തരാണ് എന്ന് പറയേണ്ടി വരും എന്ന വിമർശനമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഏതായാലും ഇന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ 3 ആഴ്ചത്തെ സമയം ചോദിച്ചിട്ടുണ്ട്. അതനുസരിച്ച് 3 ആഴ്ച സാവകാശം കോടതി അനുവദിച്ചു. ശരി ഷപ്ന.